കുവൈത്തിനെ സദ്ദാം ഹുസൈൻ്റെ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അമേരിക്കൻ സൈന്യത്തിൻ്റെ സഹായം തേടിയത് പ്രധാനമായും രണ്ട് വ്യക്തികളും ഒരു അന്താരാഷ്ട്ര സംഘടനയുമാണ്. ഇതിൽ ഏറ്റവും നിർണായകമായത് സൗദി അറേബ്യയുടെ ഇടപെടലായിരുന്നു. സദ്ദാം ഹുസൈൻ കുവൈത്ത് കീഴടക്കിയതിന് പിന്നാലെ സൗദി അറേബ്യയും ആക്രമിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഡിക് ചെനി സൗദിയിലെത്തി ഫഹദ് രാജാവുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാനും കുവൈത്തിനെ മോചിപ്പിക്കാനുമായി അമേരിക്കൻ സൈന്യത്തെ സൗദി മണ്ണിലേക്ക് അയക്കാൻ ഫഹദ് രാജാവ് ഔദ്യോഗികമായി സമ്മതം നൽകുകയും സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാഖ് സൈന്യം കുവൈത്ത് പിടിച്ചെടുത്തപ്പോൾ കുവൈത്ത് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹ് സൗദി അറേബ്യയിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ ഇരുന്ന് അദ്ദേഹം കുവൈത്തിനെ മോചിപ്പിക്കാൻ ലോകരാജ്യങ്ങളോടും പ്രത്യേകിച്ച് അമേരിക്കയോടും അഭ്യർത്ഥിച്ചു. US പ്രസിഡന്റ് ജോർജ് H.W. ബുഷ് ഒരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ റെസൊല്യൂഷൻ 678 പാസാക്കി. 1991 ജനുവരി 15 ഇറാഖ് സൈന്യം കുവൈത്ത് വിട്ടുപോയില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കാൻ ഇത് രാജ്യങ്ങൾക്ക് അധികാരം നൽകി. ചുരുക്കത്തിൽ കുവൈത്ത് അമീർ സഹായത്തിനായി അപേക്ഷിച്ചു. സൗദി രാജാവ് സൈന്യത്തിന് താവളമൊരുക്കി അനുമതി നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സൈനിക നീക്കത്തിന് നേതൃത്വം നൽകി. ഇങ്ങനെയാണ് ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം അരങ്ങേറിയത്. എന്നാൽ ഇത്തവണ ഇറാനെ ആക്രമിക്കുന്ന വിഷയത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നിലപാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കൻ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഡൊണാൾഡ് ട്രംപിൻ്റെ വിദേശ നയത്തിന് സമാനമായി അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ വിദേശ യുദ്ധങ്ങളിൽ പണം ചെലവാക്കുന്നതിനോ വാൻസ് എതിരാണ്. അമേരിക്കയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന വൻതോതിലുള്ള സാമ്പത്തിക സൈനിക സഹായത്തെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുന്നുണ്ട്. ഉക്രൈനിൽ എന്ത് സംഭവിക്കുന്നു എന്നതിൽ എനിക്ക് ശരിക്കും താല്പര്യമില്ല എന്ന അദ്ദേഹത്തിൻ്റെ പഴയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഉക്രൈന് നൽകുന്ന പണം അമേരിക്കയിലെ സാധാരണക്കാരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇറാനെതിരെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് വാൻസ് താല്പര്യപ്പെടുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു അവസാനമില്ലാത്ത യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴക്കുന്നത് വലിയ അബദ്ധമായിരിക്കുമെന്ന് അദ്ദേഹം പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയെക്കാളും ഇറാനേക്കാളും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ചൈനയാണെന്ന് വാൻസ് വിശ്വസിക്കുന്നു. അതിനാൽ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നും ശ്രദ്ധ മുഴുവൻ ചൈനയിലേക്ക് തിരിക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതായത് ലോകത്തിലെ പോലീസ് ആകാൻ അമേരിക്ക ശ്രമിക്കരുത് എന്നും സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അതിനാൽ തന്നെ പുതിയ യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇദ്ദേഹത്തോട് യോജിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ന് അമേരിക്കയിലുണ്ട്. കോടിക്കണക്കിന് ഡോളർ വിദേശ യുദ്ധങ്ങൾക്കായി ചെലവാക്കുന്നതിന് പകരം അത് അമേരിക്കയിലെ റോഡുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കണം എന്നാണ് അവരുടെ പക്ഷം. മറ്റൊരു രാജ്യത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സ്വന്തം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നത് ഒഴിവാക്കണം. വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ യുദ്ധങ്ങളിൽ അമേരിക്ക ഇടപെട്ടത് വലിയ പരാജയമായിരുന്നുവെന്നും അത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അമേരിക്ക പിന്മാറിയാൽ റഷ്യയെപ്പോലെയോ ചൈനയെപ്പോലെയോ ഉള്ള രാജ്യങ്ങൾ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുമെന്നും ഇത് ജനാധിപത്യത്തിന് ഭീഷണിയാകുമെന്നും മറ്റൊരു വിഭാഗവും കരുതുന്നുണ്ട്. ലോകത്തെ പ്രധാന കപ്പൽ പാതകളും എണ്ണ സ്രോതസ്സുകളും സംരക്ഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്നും ഇല്ലെങ്കിൽ ആഗോള വിപണിയിൽ വിലക്കയറ്റമുണ്ടാകുമെന്നും അതുപോലെ തങ്ങളെ വിശ്വസിക്കുന്ന സഖ്യകക്ഷികളെ കൈവിടുന്നത് അമേരിക്കയുടെ അന്താരാഷ്ട്ര പദവിയെ ബാധിക്കും എന്നുമൊക്കെയാണ് ഈ എതിർഭാഗത്തിൻ്റെ വാദങ്ങൾ. സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയുടെ നിലപാട് ലോകം അംഗീകരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന പല യുദ്ധങ്ങളും 2003 ഇറാഖ് അധിനിവേശം ഉൾപ്പെടെ വലിയ നാശമാണ് വരുത്തിവെച്ചത്. അമേരിക്ക ലോകത്തെ നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇസ്രയേൽ വിഷയത്തിൽ അവർ കാണിക്കുന്ന പ്രത്യേക താല്പര്യം പലപ്പോഴും ആഗോളതലത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്.
യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ ശക്തമായി എതിർക്കുന്ന അമേരിക്ക ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പലപ്പോഴും നിശബ്ദത പാലിക്കുകയോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇത് അമേരിക്കയുടെ നീതി എന്ന വാക്കിൻ്റെ വിശ്വാസ്യത കുറയാനിടയാക്കി. അമേരിക്കയിൽ ഇസ്രായേലിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അമേരിക്കൻ കോൺഗ്രസിലും തിരഞ്ഞെടുപ്പുകളിലും ഇസ്രായേൽ അനുകൂല ലോബികൾക്ക് വലിയ പങ്കുണ്ട്. അതിനാൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഇസ്രായേലിനെ പിണക്കാൻ അവർക്ക് കഴിയില്ല. ഇത് അമേരിക്കയുടെ വിദേശ നയത്തെ പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. മേഖലയിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇസ്രായേലിൻ്റെ സൈനിക ശക്തി അവർ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നീതി എന്നതിലുപരി സ്വന്തം താൽപ്പര്യം എന്നതിനാണ് അമേരിക്ക അവിടെ മുൻഗണന നൽകുന്നത്. ഒരു രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ലോകത്ത് പൂർണ്ണമായ നീതി നടപ്പാക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. നീതി എന്നത് എല്ലാവർക്കും തുല്യമായിരിക്കണം എന്നതാണ് സങ്കല്പം. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നീതി എന്നതിനേക്കാൾ മുൻഗണന ദേശീയ താൽപ്പര്യങ്ങൾക്കും അധികാരത്തിനുമാണ് ലഭിക്കാറുള്ളത് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ അന്ധമായ പിന്തുണ നിലനിൽക്കുന്നിടത്തോളം കാലം മിഡിൽ ഈസ്റ്റിൽ ഒരു നിഷ്പക്ഷമായ മധ്യസ്ഥനായി മാറാൻ അമേരിക്കക്ക് കഴിയില്ല. ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യവും സൈനിക ശക്തിയും എന്ന നിലയിൽ അമേരിക്കക്ക് ഒരു മധ്യസ്ഥന്റെ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കാത്തതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. വിശ്വാസ്യതയുടെ കുറവ്. ഒരു ഭാഗത്തെ മാത്രം അന്ധമായി പിന്തുണക്കുമ്പോൾ മറുഭാഗത്തിന്, അതായത് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള അറബ് ലോകത്തിന് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ പല പ്രമേയങ്ങളും ഇസ്രായേലിനെതിരെ വരുമ്പോൾ അമേരിക്ക അത് വീറ്റോ ചെയ്ത് തള്ളിക്കളയാറുണ്ട്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ നീതിബോധത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു. അമേരിക്ക ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയ നിലപാട് തുടരുന്നത് കൊണ്ടാണ് ഇത് മിഡിൽ ഈസ്റ്റിൽ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ സ്വാധീനമുറപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇരു വിഭാഗത്തിൻ്റെയും സുരക്ഷയും അവകാശങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദ്വിരാഷ്ട്ര പരിഹാരം, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പിലാക്കാൻ അമേരിക്ക ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ ആ മേഖലയിൽ ചോരപ്പുഴ ഒഴുകുന്നത് നിൽക്കുകയുള്ളൂ. അമേരിക്കയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾ പരിഗണിച്ചാൽ ഒരു രാജ്യത്തെ മാത്രം അന്ധമായി പിന്തുണക്കുന്നതിനേക്കാൾ ഗുണകരം അറബ് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള വിശ്വാസം നേടിയെടുക്കുന്നത് തന്നെയാണ്. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, സാമ്പത്തികവും ഊർജപരവുമായ താൽപ്പര്യങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണവാതക നിക്ഷേപമുള്ളത് അറബ് ലോകത്താണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്ക് ഈ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഗ്രേറ്റർ ഇസ്രായേൽ പോലുള്ള വിപുലീകരണ പദ്ധതികളെ പിന്തുണക്കുന്നത് അറബ് ജനതയെ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായും അകറ്റും. അയൽ രാജ്യങ്ങളുടെ ഭൂമി കൂടി ഉൾപ്പെടുത്തി ഇസ്രായേൽ വികസിപ്പിക്കുക എന്ന ഗ്രേറ്റർ ഇസ്രായേൽ സങ്കല്പം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിനെ അമേരിക്ക പിന്തുണക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകും. ഇത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വിഷൻ 2030 പോലുള്ള വലിയ സാമ്പത്തിക വികസന പദ്ധതികളിലാണ്. അവർക്ക് ഇപ്പോൾ യുദ്ധമല്ല, മറിച്ച് സമാധാനമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ മാറ്റം ഉൾക്കൊള്ളാൻ അമേരിക്ക തയ്യാറായാൽ മാത്രമേ അവർക്ക് ആ മേഖലയിലുള്ള സ്വാധീനം നിലനിർത്താൻ കഴിയൂ. എന്നിട്ടും എന്തുകൊണ്ട് അമേരിക്ക ഇത് ചെയ്യുന്നില്ല എന്നതാണ് ചോദ്യം. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഇസ്രായേൽ ലോബിയുടെ സ്വാധീനവും തിരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണയുമാണ് പലപ്പോഴും നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടത്തെ തടയുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അന്തിമമായ അധികാരം ജനങ്ങൾക്കാണല്ലോ. അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഈ വിഷയത്തിലുണ്ടാകുന്ന ബോധവൽക്കരണം ഭരണകൂടത്തിൻ്റെ വിദേശ നയങ്ങളിൽ മാറ്റം വരുത്താൻ കാരണമാകുമെന്നതിന് ചില ശുഭസൂചനകൾ ഇപ്പോൾ തന്നെ കാണാനുണ്ട്. അമേരിക്കയിലെ പുതിയ തലമുറ പഴയ തലമുറയെ പോലെയല്ല. അവർ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു. ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലും മറ്റ് വിദേശ ഇടപെടലുകളിലും അമേരിക്ക സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ അമേരിക്കൻ സർവകലാശാലകളിൽ നടക്കുന്ന വൻ പ്രതിഷേധങ്ങൾ ഇതിന് തെളിവാണ്. ഈ യുവാക്കളാണ് നാളത്തെ വോട്ടർമാർ. പണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രമേ ജനങ്ങൾ അറിഞ്ഞിരുന്നുള്ളൂ. ഇന്ന് തത്സമയ ദൃശ്യങ്ങളും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനങ്ങളും വഴി യുദ്ധത്തിന്റെ ഭീകരതയും രാഷ്ട്രീയ കളികളും ജനങ്ങൾ നേരിട്ട് കാണുന്നു.
ഇത് ഭരണകൂടത്തിന് കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ പ്രയാസമുണ്ടാക്കുന്നു. നമ്മുടെ ടാക്സ് പണം എന്തിന് വിദേശ യുദ്ധങ്ങൾക്ക് എന്ന ചോദ്യം അമേരിക്കൻ ജനതയ്ക്കിടയിൽ ശക്തമാകുന്നുണ്ട്. സ്വന്തം നാട്ടിലെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കാതെ വിദേശ രാജ്യങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളർ ആയുധമായി നൽകുന്നത് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്. JD വാൻസിനെ പോലുള്ളവർക്ക് പിന്തുണ ലഭിക്കുന്നതും ഇത്തരം ചിന്താഗതികൾ ഉള്ളതുകൊണ്ടാണ്. അമേരിക്കയിലെ പല നിർണായക സ്റ്റേറ്റുകളിലും അറബ് മുസ്ലിം വംശജർക്കും നീതിപൂർവമായ വിദേശ നയം ആഗ്രഹിക്കുന്നവർക്കും വലിയ സ്വാധീനമുണ്ട്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇവരുടെ പിന്തുണ ആവശ്യമാണെന്ന് വരുമ്പോൾ ഭരണകൂടങ്ങൾക്ക് തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. ബോധവൽക്കരണം എന്നത് സാവധാനത്തിലുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷേ അത് ഭരണകൂടങ്ങളെ പിടിച്ചുലക്കാൻ ശേഷിയുള്ളതാണ്. ജനങ്ങൾ സത്യം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് തങ്ങളുടെ നിലപാടുകൾ മാറ്റേണ്ടി വരും. ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിന് പകരം ലോക സമാധാനത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാൻ അവിടുത്തെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.